പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കങ്ങരപ്പടിയിലാണ്. കാക്കനാടിനോട് വളരെ അടുത്തുള്ളൊരു സ്ഥലവും കൂടിയാണ് കങ്ങരപ്പടി. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എടപ്പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. തൊട്ടടുത്തായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. എടുത്തു പറയേണ്ടത് കാക്കനാടിനോട് വളരെ അടുത്തുള്ളൊരു സ്ഥലവും കൂടിയാണ്. ഇവിടെ നിന്നും നമുക്ക് എറണാകുളം ഭാഗത്തേക്കും മൂവാറ്റുപുഴ ഭാഗത്തേക്കും അതുപോലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയയിൽ മനോഹരമായിട്ടൊരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 4.5 സെൻറ്റ് ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ്. ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വില്ലയുടെ ലാസ്റ്റ് വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു പാർക്കിംഗ് സ്പേസും കൂടി കിട്ടുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. മുഖദർശനവും അതുപോലെ ഡോറിൻ്റെ ദർശനം എല്ലാം വരുന്നത് ഈസ്റ്റിലേക്കാണ്. ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ മതിൽ വരാനുണ്ട്, ഗേറ്റും വരാനുണ്ട്. നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. ഇത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു എലിവേഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ബാൽക്കണിയിലായിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് CNC കട്ടിങ് വരുന്നുണ്ട്. ഇത് ഒരു തലത്തിലാണെന്നുണ്ടെങ്കിൽ മേലെ വരുന്നത് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് CNC കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ തന്നെയാണ് വന്നുള്ളത്. LED ലൈറ്റെല്ലാം കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റിൽ തന്നെയാണ്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. സാമാന്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു. ഇവിടെ 3 പാളി വലിപ്പമുള്ളൊരു ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. നല്ല LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫൈബർ ലാമിനേഷൻ വന്നിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഗ്ലിസ്റ്ററിങ് സ്റ്റോൺ വർക്കുകൾ വരുന്നുണ്ട്. ഭിത്തി മൊത്തം ടെക്സ്റ്റർ ചെയ്തിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര വലിപ്പമുള്ള TV ആണെങ്കിലും നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. മേലെ കാണുന്നത് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഒരു ഭാഗത്തുള്ള വർക്കാണ്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഇതിന് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. നിരയായിട്ട് സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ബാർ സ്റ്റൂളോ ബാർ ചെയറോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെ 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ വാഷ് ഏരിയ വരാനുണ്ട്. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് ഇവിടെ വരാൻ പോകുന്നത്. ഹിൻഡുവെയറിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ് വരുന്നത്. വൈറ്റ്. പിന്നെ ഇവിടെയായിട്ടൊരു മിറർ വരാനുണ്ട്. വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വരുന്നുണ്ട്. മിറർ വരാനുണ്ട്. അപ്പം നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. L ഷേപ്പിലാണ് വിരിച്ചിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഹിൻഡുവിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്. പിന്നെ മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അടുക്കള വരുന്നത്. നോർത്തിലേക്ക് നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർത്ത് സൈഡിൽ 3 പാളി വലിയ ജനലും കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അതും സീലിംഗ് ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനായിട്ട് സ്പേസ് ഒരുക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഇവിടെ വർക്ക് ഏരിയ ഒരുങ്ങുന്നതാണ്. മാത്രമല്ല ഇവിടെ നല്ലൊരു L ഷേപ്പിൽ ഗ്രാനൈറ്റൊക്കെ വിരിച്ചിട്ട് കുക്കിംഗ് ഗ്യാസൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. 2 സൈഡ് ഡോർ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ വരുന്നതാണ്. അപ്പോൾ അത് പണി തീർന്നതിന് ശേഷമാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്.
ഇതിൻ്റെ നീളം വരുന്നത് 14 അടിയോളം നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ മനോഹരമായിട്ട് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഹിൻഡുവിൻ്റെ ഇറ്റാലിയൻ കളക്ഷനിലുള്ള സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഡൈവേർട്ടർ വന്നിരിക്കുന്നതും ഹിൻഡുവിൽ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, വാഷ് ബേസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ്. താഴെ മാറ്റ് ടൈലാണ്, ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമും നല്ല വലിപ്പമുള്ളൊരു ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 10 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് ഇൻഡീൽ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി വലിയ ജനൽ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 പാളി ജനലാണ് വന്നുള്ളത്, നോർത്ത് സൈഡാണ്. നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, അതുപോലെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും വരാനുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസി, ഫൈബർ ഡോർ തന്നെയാണ്. അപ്പോൾ താഴത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. സൈഡിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, നല്ലൊരു ലൈറ്റും വരുന്നുണ്ട്, പെർഗോളാസും വരുന്നുണ്ട്. നേരെ നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് കയറാം. നല്ല വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ്, ഒരു L ഷേപ്പിലാണ് കിടക്കുന്നത്. ഇതിന് വലിയൊരു ടി യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാൾപേപ്പറാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ടി യൂണിറ്റിൻ്റെ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ നല്ലൊരു 4x2 മാറ്റ് ടൈല്, വുഡിൻ്റെ ടെക്സ്റ്റാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. താഴത്തെ അതേ സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. 14 അടി നീളം, 11 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ്, തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വരാം. 3-way മിക്സഡ് ടാപ്പാണ് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ 3-way മിക്സഡ് ടാപ്പാണ്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതേ ഫിറ്റിങ്സ് തന്നെ. വാഷ് ബേസിൻ, അതുപോലെ സിംഗിൾ പീസ് ക്ലോസറ്റ്, എല്ലാ ബാത്റൂമിലും ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ബുക്ക് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇതിപ്പോൾ നമ്മൾ താഴത്തെ അതേ സ്പേസിലുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. ഇവിടെയായിട്ടൊരു ബേ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലൈഡിങ് വിൻഡോ വരാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടും കൂടിയാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടിയാണ്, വീതി വരുന്നത് 10 അടിയാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. നല്ലൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ് വന്നുള്ളത്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, നല്ലൊരു വാഷ് ബേസിന്, ഇനി ഒരു മിറർ, ലൈറ്റ് വരാനുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പർ ലിവിങ് സ്പേസിൽ ഇതിന് 3 ബെഡ്റൂമാണ് വന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലാണ്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡുമാണ്. പിന്നെ ഇനി ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, 3-way മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇനി ഒരു മിറർ വരാനുണ്ട്, ലൈറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വുഡിൻ്റെ ടെസ്റ്റുള്ള ടൈൽ പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭിത്തിയിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകളെല്ലാം വാം ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പാരപ്പറ്റിൻ്റെ നീട്ടമുള്ളത് കൊണ്ട് തന്നെ ചെടികൾ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന എൻട്രൻസും കൊടുത്തിരിക്കുന്നത് കയറി വരുന്ന അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് മേലേക്ക് കയറുന്ന രീതിയിലാണ് എൻട്രൻസും വന്നുള്ളത്. അപ്പോൾ
നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4.5 സെൻറ്റ് ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസ് ആണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പേഷ്യസ് ആണ് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസും. അതിനെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും മാത്രമല്ല ഇതിന് ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.